വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുള്ള വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. SFIയുടെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ജൂൺ മാസം 27, 28, 29, 30 തീയതികളിൽ കോഴിക്കോട് ബീച്ചിനടുത്ത് ബീച്ചിന്റെ കിഴക്ക് ഭാഗത്തുള്ള മൈതാനത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടുകയും 1970 SFI എന്ന വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ടതിന് ശേഷം 18ാമത്തെ അഖിലേന്ത്യാ സമ്മേളനം. കേരളത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് നല്ല നിലയിൽ ഉള്ള തയ്യാറെടുപ്പുകളാണ് വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ സ്വാഗത സംഘം ഏപ്രിൽ മാസം 12-ന് രൂപീകരിച്ചു. 2 മാസമായി സ്വാഗത സംഘം അതിന്റെ പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയാണ്. സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ ഭാഗമായി നടക്കുന്നു. സംഘാടക സമിതി ഓഫീസ് ഇതാ ഇവിടെ അതിന്റെ ജൂൺ മാസം 4-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് ആരംഭിക്കാം. ഫണ്ട് സമാഹരണം ജനകീയ സ്വഭാവത്തിലാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ വീടുകളിൽ ചെറിയ പെട്ടി സംഘാടക സമിതിയുടെ പേരിൽ വെച്ച് ആ വീടുകളിൽ ആ പെട്ടിയിലിടുന്ന തുക 1 മാസത്തോളമായ പെട്ടി വീടുകളിലാണ്. ആ തുക കളക്ട് ചെയ്തുകൊണ്ട് ആ തുക വെച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ പണപ്പെട്ടി സ്ഥാപിച്ച വീടുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ അവിടെ വരുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ നൽകുന്ന തുക ആ പണപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ സമാഹരിക്കുകയാണ്. ഒരു ജനകീയ സ്വഭാവമാണ്. SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പുതുമയാർന്ന നിലയിലുള്ള ഒരു ഫണ്ട് സമാഹരണമാണെന്ന് ഇതിനകം തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. SFI നടത്തുന്ന പ്രവർത്തനം ഇതിനുശേഷം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടെ പറയും. പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, പ്രസിഡന്റ് ശിവപ്രസാദ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി താജുദ്ദീൻ, സംഘാടക സമിതിയുടെ ട്രഷറർ രമേശ്, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരാണ് പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. SFI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനുശേഷം അവർ പറയും. SFI സ്വതന്ത്രമായി കോഴിക്കോട് ജില്ലയിലെ പരമാവധി വീടുകളിൽ ഹോം സ്ക്വാഡ് എന്നുള്ള നിലയിൽ സന്ദർശനം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് ആദരിക്കുന്ന പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതോടൊപ്പം ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതിയ വലിയൊരു വിഭാഗം ആളുകളെ SFIയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനവും നടത്തി വരികയാണ്. വലിയൊരു നമ്പർ വിദ്യാർത്ഥികളെ ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ പുതുതായി SFIയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ കാണുന്നത്. അനുബന്ധ പരിപാടികൾ, സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ വളരെ വിപുലമായി കലാ, കായിക, സാംസ്കാരിക, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. SFI സംസ്ഥാന കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ സംഘാടക സമിതി അതിന്റെ പ്രവർത്തനം നടത്തുന്നു. SFI രൂപം കൊണ്ടത് മുതൽ ഇതുവരെയുള്ള ജീവിച്ചിരിക്കുന്ന അഖിലേന്ത്യാ ഭാരവാഹികൾ പങ്കെടുത്തുള്ള പരിപാടിയുണ്ട്. അതിൽ പ്രതിനിധികൾക്ക് പുറമെ കോഴിക്കോട് ജില്ലയിലെ SFIയുടെ പഴയ 70 മുതൽ പ്രവർത്തിച്ചവരും അതിൽ പങ്കുകൊള്ളും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ SFI ബന്ധപ്പെട്ട കാര്യങ്ങൾ, പതാക ദിനവും സമ്മേളനത്തിന്റെ നടത്തിപ്പും അജണ്ടയുമായിട്ട് ആചരിക്കും. മുഴുവൻ സംഘടനാ ഘടകങ്ങളിലും പതാക ഉയർത്തും. അതോടൊപ്പം രാജ്യത്തെ 172ഓളം വരുന്ന രക്തസാക്ഷികളുടെ വീടുകളിൽ നിന്ന്, രക്തസാക്ഷി കുടുംബാംഗങ്ങളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പതാക കോഴിക്കോട് നഗരിയിൽ പ്രതിനിധി സമ്മേളന ഹാളിൽ അതിൻ്റെ പ്രമിസിസിൽ ഉയർത്തുന്ന സ്ഥിതിയും ഉണ്ടാകും. 3 ജാഥകളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി വരുന്നത്. ഒന്ന്
SFIയുടെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് കെ വി സുധീഷിനെ കൊലപ്പെടുത്തിയത് RSS ആണ്, നമുക്കറിയാം. സഖാവ് സുധീഷിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് കൊടിമര ജാഥ ധീര രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ സ്മൃതി കുടീരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ നിന്ന് പതാക ജാഥയും മധുരയിൽ നിന്ന് ദീപശിഖ ജാഥയുമാണ് സമ്മേളന നഗരിയിലേക്ക് കടന്നു വരിക. ഇന്ത്യൻ ജനറൽ സെക്രട്ടറി മയൂഖ് വിശ്വകാല ഭാരവാഹികളാണ് കെ വി സുധീഷ്. ഈ മണ്ണിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവരുടെ പേരിലാണ് പ്രതിനിധി സമ്മേളനത്തിന്റെയും പൊതുസമ്മേളനത്തിന്റെയും ആളുകൾ. അതിന് പുറമെ ഈ ദിവസങ്ങളിലെല്ലാം, ഈ 27 തൊട്ട് 30 വരെയുള്ള ദിവസങ്ങളിലെല്ലാം കലാപരിപാടികൾ ഉണ്ടാവും. അതുൽ നറുകരയുള്ളത്. അതിനു പുറമെ തമിഴ്നാട്ടിൽ നിന്ന് റാപ്പ് ടീം, അവിടുത്തെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു റാപ്പ് ടീം കൂടി പങ്കെടുത്തുകൊണ്ടുള്ള കലാപരിപാടികൾ. അതിനു പുറമെ വ്യത്യസ്ത പരിപാടികൾ ഇപ്പോൾ തന്നെ സംഘാടക സമിതി ആലോചിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വരുന്ന പ്രതിനിധി സംഘവും അവരുടേതായിട്ടുള്ള തദ്ദേശീയമായ കലാപരിപാടികൾ കൂടി അവിടെ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള ആലോചനകളും നടത്തിയിട്ടുണ്ട്. ഞങ്ങള് തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ക്യാമ്പസുകളിലെയും പൊതുവിലെയും വിദ്യാർത്ഥികൾക്കിടയിൽ. അതിന്റെ ഭാഗമായും ഒരു സെമിനാർ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ സെമിനാർ മാത്രമല്ല, തുടർന്നുള്ള പ്രവർത്തനം